അജിത നായർ വെറൈറ്റി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങളാണ്. എല്ലാ ദിവസത്തെയും വീഡിയോ ഇടുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവളെന്താണ് പറയാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇവളെന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് വിചാരിക്കും അല്ലെ. അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒന്നാമത്തെ കണ്ടന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാചകമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറയുന്ന കാര്യം എനിക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇനി നിങ്ങളും ചെയ്തു നോക്കുക, നിങ്ങൾക്കും യൂസ്ഫുൾ ആണ്. അപ്പൊ കാര്യം പറയാൻ എന്താന്ന്, നമ്മുടെ കൈ ഈ ഫോൺ പിടിച്ച് കൈക്ക് മരവിപ്പുള്ള ഒരുപാട് ആൾക്കാർ കാണും. എനിക്കുണ്ടായിരുന്നു, ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ട്, എനിക്കും എൻ്റെ 2 അനിയത്തിമാർക്കും ഉണ്ട്. കാരണം ഈ ഫോൺ നമ്മൾ ഒരുപാട് നേരം യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരുമാതിരി തരിതരിപ്പ് അനുഭവപ്പെടാറുണ്ട്. ഇതില് ആർക്കെങ്കിലും ഒക്കെ കാണുമായിരിക്കും കേട്ടോ. എന്തായാലും ഞങ്ങൾക്ക് 3 പേർക്കുണ്ടായിരുന്നു. ഞങ്ങൾ പരസ്പരം പറയുമായിരുന്നു, എടി കൈ തരിക്കുന്നുണ്ട്. അതുപോലെ നമ്മള് തൂക്കുമ്പോഴൊക്കെ ചൂലൊക്കെ പിടിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തരിക്കും. അപ്പൊ അത് ബ്ലഡ് സർക്കുലേഷൻ ഇങ്ങോട്ട് കിട്ടാത്തത് കൊണ്ടാണ് നമ്മുടെ കൈക്ക് മരവിപ്പും തരിപ്പും ഒക്കെ അനുഭവപ്പെടുന്നത്. എപ്പോഴും നമ്മൾ ഫോൺ ഉപയോഗം നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ ഈ യൂട്യൂബ് ചെയ്യുന്നവർ മിക്കവാറും നമ്മൾ വീഡിയോയും പിടിച്ച് എഡിറ്റ് ചെയ്ത് തമ്പനെയിൽ ഉണ്ടാക്കി വരുമ്പോൾ കുറേ സമയം നമ്മുടെ കയ്യിൽ ഫോൺ ഇരിക്കാറുണ്ട്. പിന്നെ ഓരോരുത്തരുടെയും വീഡിയോ കണ്ട് അങ്ങനെയൊക്കെ ഒരുപാട് സമയം നമ്മൾ ഫോൺ യൂസ് ചെയ്യാറുണ്ട്. ഫോൺ യൂസ് ചെയ്യുന്നവർക്കൊക്കെ ഒരുവിധപ്പെട്ടവർക്കൊക്കെ കാണും. അപ്പൊ അതിന് ഒരു പരിഹാരമാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് യൂട്യൂബിൽ തന്നെ ഒരു ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് കണ്ട് ഞാൻ ചെയ്തതാണ്. എൻ്റെ കയ്യിൽ ഇങ്ങനെ തരിതരിപ്പ് വന്നപ്പം അത് കണ്ട് ചെയ്തിട്ട് എനിക്കിപ്പം തരിതരിപ്പെന്ന് പറയുന്ന സംഭവമേ ഇല്ല. അപ്പൊ അവളുമാരെന്നോട് പറഞ്ഞപ്പോ, അനിയത്തിമാര് പറഞ്ഞപ്പോ ഞാൻ ഇതുപോലെ കാണിച്ചു കൊടുത്തു. വീട്ടിൽ ചെന്നപ്പോ ഞാൻ അവർക്ക് 2 പേർക്കും കാണിച്ചു കൊടുത്തപ്പോ അവര് പറയും, എടീ ഇത് എങ്ങനെ പോയി, എന്ത് അത്ഭുതം. ഞാൻ പറഞ്ഞു ഇതും ഇങ്ങനെ അതിനകത്ത് കയറി നോക്കി പഠിച്ചാണ്. ഡോക്ടറുടെ പേര് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഓർക്കുന്നില്ല. വളരെ ഉപകാരമുള്ള ഒരു വീഡിയോ ആണ്. ഡോക്ടറെ ഇതിട്ടതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അത്രയ്ക്കും നല്ല വീഡിയോ ആണ്, നമുക്ക് എഫക്ട് ചെയ്ത്. അപ്പം കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല. അപ്പം ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ നമുക്ക് കാണാം. അപ്പം പുതുതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് വേണം. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ഇന്ന് പുതിയൊരു കണ്ടന്റ് ആണ്. അപ്പം എല്ലാവരും നമുക്ക് ഇന്നത്തെ ആ കണ്ടന്റ് എന്താണെന്ന് നമുക്ക് കാണാം. ഇന്ന് രാവിലെ ഇഡ്ഡലിയാണ്. ഇഡ്ഡലിയൊക്കെ കോരി ഒഴിച്ചൊക്കെ വെച്ചു. പിന്നെ നമുക്കിത് അടച്ചേക്കാം. പിന്നെ അരിക്ക് ഞാനങ്ങ് വെള്ളം വെച്ചു. അപ്പം നമുക്ക് അരി കഴുകിയിടണം. അപ്പം അരി കഴുകിയിടാം. അരിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴുകിയിടാം. നേരം വെളുത്താൽ പിന്നെ നമ്മുടെ പരിപാടി ഒന്നൊന്നായിട്ട് തുടങ്ങും അല്ലേ. ഉച്ച വരെ നമ്മുടെ പരിപാടി ഇത് തന്നെ. ആ ചെടിക്ക് വളമിടണമെന്ന് വിചാരിച്ചിട്ട് എത്ര ദിവസമായി എന്നറിയാം. എന്നും പറയും ഇടാന്ന്. പക്ഷെ ദിവസം ഓരോരോ കാരണങ്ങൾ കൊണ്ട് അതിങ്ങനെ മുടങ്ങിക്കൊണ്ടേയിരിക്കുവാണ്. ഇതുവരെയും ഒരു തീരുമാനത്തിലെത്തിച്ചേർന്നിട്ടില്ല. അപ്പം എല്ലാവരും രാവിലത്തെ ഫുഡൊക്കെ ഉണ്ടാക്കിയോ? എനിക്ക് ഈ കുത്തരി ഇഷ്ടമല്ല കേട്ടോ. ഞാനിവിടെ മറ്റേ സുരേഖ വെച്ച്, ഇത് മറ്റേ നിർമ്മലിൻ്റെ കുത്തരിയാണ്. ഇത് ഞാനിനി മറ്റേ അരി ഇച്ചിരി വെക്കണം. എനിക്കിത് കഴിച്ചാലൊരു സുഖമില്ല കേട്ടോ. അപ്പം അരി ഇട്ടു. ഇനി ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ എടുത്ത്, ഞാൻ റൈസ് കുക്കറിലാണ് വെക്കുന്നത്. അപ്പോൾ ഇനി ഇത് തിളച്ച് കഴിയുമ്പോൾ എടുത്ത് നമുക്ക് റൈസ് കുക്കറിൽ വെക്കാം. ഇരിക്കട്ടെ. ഇഡലിക്ക് ഇന്ന് ചമ്മന്തിപ്പൊടിയാണ്. ഇത് ഞാൻ പൊടിച്ച ചമ്മന്തിപ്പൊടിയാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് ചമ്മന്തി വേണ്ടാന്ന് വിചാരിച്ചു. ചമ്മന്തിപ്പൊടിയേൽ പിടിക്കാമല്ലേ. ചമ്മന്തിപ്പൊടി ആയാൽ വെളിച്ചെണ്ണ, ചമ്മന്തി ആയാൽ തേങ്ങ അല്ലേ. അപ്പം നമ്മുടെ ചമ്മന്തിപ്പൊടി റെഡിയായി. കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഞാൻ ഒഴിച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. ചമ്മന്തിയെക്കാട്ടിൽ എനിക്കിഷ്ടം ചമ്മന്തിപ്പൊടിയും മുളകും. ഇന്ന് നമുക്ക് അയിലയാണ് കിട്ടിയ കേട്ടോ. ഒരയില 50 രൂപ, 2 അയില 100 രൂപ. നല്ല പച്ച അയിലയാണ്. അപ്പം മുളകിനകത്ത് വെക്കാമെന്ന് വെച്ചു. അയിലയൊക്കെ മുളകിനകത്ത് വെക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പം ഞാൻ അയില മുളകിനകത്ത് വെക്കുമ്പോഴത്തേക്കും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് ചൂടാക്കി ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞാൽ
നല്ല ഒരു കൊഴുപ്പും കിട്ടും, നല്ല ടേസ്റ്റുമാണ്. ഇന്നാണ് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞായിരുന്നു. അപ്പോൾ ആരാണ്ട് ഇതുപോലെ ചെയ്തു എന്ന് പറഞ്ഞു, ആരാന്ന് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ. ചെയ്തിട്ട് നല്ല ടേസ്റ്റായിരുന്നു എന്ന് പറഞ്ഞു. ഇത് ഞാൻ സാധാരണ രീതിയിലാണ് വെക്കുന്നത് കേട്ടോ, കടുകൊന്നും വറക്കാതെയാണ് ഇത് ഞാൻ വെക്കുന്നത്. എപ്പോഴും നമ്മൾ കടുകൊക്കെ വറുത്ത് ആ സ്റ്റൈലിലാണ് വെക്കുന്നത്. ഇന്ന് വേറൊരു സ്റ്റൈലിലാണ് വെക്കുന്നത്. ഇതും എല്ലാവർക്കും അറിയാവുന്നതാണ്. എല്ലാവരും പണ്ടത്തെ നമ്മുടെ അമ്മമാരൊക്കെ ഇങ്ങനെയല്ലേ വെക്കുന്നത്. ഇപ്പോഴല്ലേ എല്ലാവരും ഇങ്ങനെ കടുകും വറുത്ത് ഒക്കെ ചെയ്യുന്നത്. ഞങ്ങളുടെ വീട്ടിലൊക്കെ ഞങ്ങളുടെ അമ്മ വെച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയാണ്. അപ്പോൾ അതുപോലെ ഇന്ന് വെക്കാമെന്ന് ഓർത്ത്. എന്നും ഒരേ സ്റ്റൈലിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മടുക്കത്തില്ലേ. അപ്പോൾ ഇന്ന് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തു. അപ്പോൾ ഇത് ഞാൻ അരച്ചെടുത്തപ്പോഴത്തേക്കും ഇതിൻ്റെ കൂട്ടത്തിൽ 2 കഷ്ണം ചുമന്നുള്ളിയും കൂടെ ഞാൻ അരച്ചായിരുന്നു. അപ്പോൾ ഇനി മീൻ വെട്ടിക്കൊണ്ട് വരട്ടെ. മീൻ വെട്ടുന്നതിന് മുന്നേ ഞാൻ അരപ്പൊക്കെ തയ്യാറാക്കി വെച്ച്, നമുക്ക് ഏകദേശം അറിയാൻ പറ്റുമല്ലോ അരപ്പ്. അപ്പോൾ ഞാനതൊക്കെ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ മീൻ വെട്ടിക്കൊണ്ട് വരുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കറി വെക്കാമല്ലോ. ഇനി ഇത് വെട്ടിക്കൊണ്ട് വരട്ടെ. അപ്പം അയിലയൊക്കെ ഇതാ വെട്ടിക്കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കറി വെച്ചാൽ മാത്രം മതിയാവും. നമ്മൾ അരപ്പൊക്കെ എടുത്ത് വെച്ചിട്ടല്ലേ പോയത്. ഇതാ അരച്ചൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് സാധാരണ മീൻകറിയാണ് കേട്ടോ, അല്ലാണ്ട് വലിയ പാടുപെട്ട മീൻകറിയൊന്നും അല്ല. ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് എളുപ്പത്തിലൊരു മീൻകറി വെക്കണമെങ്കിൽ ഇങ്ങനെ വെച്ചാൽ മതിയാകും. കുറച്ച് വെള്ളം എടുത്തിട്ട് വരാം. കൊടംപുളി പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്താൽ അടുപ്പയിലോട്ട് വെക്കാം. സാധാരണ മീൻകറി. സ്പൂൺ ഇരിക്കുന്ന കണ്ടോ, ഈ കുപ്പിയിലിട്ട് ഇങ്ങനെ ബലമായിട്ട് അടച്ചു വെച്ച് 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 ആ സ്പൂൺ അങ്ങ് വളഞ്ഞു പോയി. വിളിച്ചോ? ആണല്ലേ, ആ വരാം. നമുക്കിത് അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. ശകലം കൂടെ വെള്ളം വേണം തോന്നുന്നു. മതി. ഇന്നലെ വെച്ച നമ്മുടെ പുളിശ്ശേരി ഇല്ലാത്ത പരിപാടി ഇല്ലല്ലോ. അപ്പൊ ഇന്നലെ വെച്ച പുളിശ്ശേരി ഇരിപ്പുണ്ട്. ഇന്നലെ വെച്ച പുളിശ്ശേരി നമുക്ക് ഇരിപ്പുണ്ട്. പിന്നെ കുറച്ച് മെഴുക്കുവരട്ടി ഞാൻ വെച്ചായിരുന്നു. എല്ലാ പച്ചക്കറിയും കൂടി ഇട്ടൊരു മെഴുക്കുവരട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി. അപ്പൊ ഇന്നത്തെ നമ്മുടെ കറിയൊക്കെ ഇതൊക്കെയാണ്. പിന്നെ പപ്പടം ഉണ്ട്. പപ്പടം ഒന്ന് കാച്ചണം. അതും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഉച്ചക്കത്തെ പരിപാടി കഴിയും. എന്നിട്ട് പിന്നെ എവിടെയെങ്കിലും കുറച്ചു നേരം ഇരിക്കും. പിന്നെ എന്ത് പരിപാടികൾ ഇതൊക്കെ തന്നെ അല്ലേ. പിന്നെ ചോറുണ്ണും, വൈകിട്ടാകുമ്പോഴത്തേക്കും ചായ ഇടും. ഇതൊക്കെ തന്നെ ഇപ്പോഴത്തെ നമ്മുടെ ജോലി. ഇപ്പൊ പിന്നെ ഞങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവം ആകാറായി. പിന്നെ അതിന് മെഗാതിരുവാതിരയൊക്കെ ഉണ്ട്. അപ്പം അതിന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് 6 മണിയാണ്. 6 മണിക്ക് പോകും. പിന്നെ നമ്മുടെ ഇവിടുന്ന് ഞങ്ങൾ റെസിഡൻസുകാർ നടത്തുന്ന താലമുണ്ട്. അപ്പം അതിന് പിരിവിന് പോകണം. വെളിയിലോട്ടൊന്നും പോകത്തില്ല. നമ്മുടെ റെസിഡൻസിൽ മാത്രമേ ഉള്ളൂ പിരിവ്. റെസിഡൻസുകാർ നടത്തുന്നതാണ്. അപ്പം അവിടെ മാത്രമേ ഉള്ളൂ പിരിവ്. അപ്പം അതിന് 4:30 ആകുമ്പോൾ പോകണം. 4:30ക്ക് അതിന് പോയിട്ട് വരുമ്പോൾ തന്നെ 6 മണി കഴിയും. പിന്നെ 6 മണിക്ക് തിരുവാതിര. അങ്ങനെ ഉണ്ടല്ലോ. ഇപ്പൊ സമയമേ ഇല്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. രാത്രി വന്ന് കിടക്കുമ്പോഴാണ് കാണാത്ത വീഡിയോ ഒക്കെ കാണും. ഇപ്പൊ ഞാൻ കമന്റ് ഇടാറില്ല കേട്ടോ. വീഡിയോ അങ്ങ് പിന്നെ നമ്മൾ ഓൺ ആക്കി വെച്ചിട്ട് നമ്മൾ വേറെ വഴിക്ക്, അതുകൊണ്ട് ഈ കമന്റ് ഇടാൻ പറ്റാത്തത് സത്യത്തിൽ. പിന്നെ വൈകിട്ട് വന്ന് കയറുമ്പോഴത്തേക്കും പിന്നെ നമുക്ക് ക്ഷീണാവും. എപ്പോഴാണ് ഉറങ്ങിപ്പോകുന്നതിന് തന്നെ അറിയത്തില്ല. ചിലപ്പോൾ ഫോണും വെച്ചോണ്ട് ഇങ്ങനെ ഇരിക്കും, ഉറങ്ങിപ്പോകും. ഫോണും കണ്ണാടിയും എല്ലാം ഇങ്ങനെ ഇരിക്കും. പിന്നെ അവര് ചേട്ടൻ ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞ് വന്നിട്ടാണ് ഈ ഫോണൊക്കെ മാറ്റി വെക്കുന്നത്. അത്രയ്ക്ക് ക്ഷീണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പകലത്തെ പരിപാടി ഭയങ്കര ഗംഭീര പരിപാടിയല്ലേ. പിന്നെ എങ്ങനെയാണ് ഉറക്കം വരാതിരിക്കുന്നത് അല്ലേ. പക്ഷെ എന്നാലെന്താ, നമുക്ക് നല്ലൊരു രസമല്ലേ അല്ലേ. നമ്മുടെ സമയവും പോവും. നമ്മൾ ഒത്തിരി ആൾക്കാരുമായിട്ട് കണ്ട് സംസാരിച്ച് തമാശയൊക്കെ പറഞ്ഞ് അതൊരു രസം തന്നെയല്ലേ. നമ്മൾ വീട്ടിലൊറ്റയ്ക്ക് കുത്തിയിരുന്ന എന്താ ഒരു രസം, ഒന്നുമില്ല. അപ്പൊ എല്ലാവരുമായിട്ട് കൂടുമ്പോൾ ഒരു രസം. ഇതിപ്പം ഏപ്രിൽ 1-ാം തീയതിയാന്ന് തോന്നുന്നു ഭരണി, മീനഭരണി. അപ്പൊ അത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് സങ്കടമാവും. ഭയങ്കര തിരക്ക് പിടിച്ച് നടന്നിട്ട് തിരക്കെല്ലാം കഴിയുമ്പോഴത്തേക്കും നമുക്കൊരു സങ്കടമൊക്കെ വരത്തില്ല. പ്രത്യേകിച്ച് അമ്പലമൊക്കെ കാണുമ്പോഴത്തേക്കും നമുക്ക് ഭയങ്കര സങ്കടം വരും. അയ്യോ എല്ലാം കഴിഞ്ഞു പോയല്ലോ എന്ന് വിചാരിക്കും. ഇപ്പൊ പിന്നെ നല്ല രസം. അതിന്റെ തിരക്കിൽ ഇങ്ങനെ നടക്കും. അമ്പലം അടുത്തുള്ളവർക്കൊക്കെ ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അല്ലാത്തവര് പോകും. അടുത്തുണ്ടെങ്കിലല്ലേ ഇങ്ങനെ എപ്പോഴും ഒക്കെ
പോകാനൊക്കെ ആയിട്ട് പറ്റത്തുള്ളൂ. ദൂരെയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റത്തൊന്നും ഇല്ലല്ലോ. അപ്പം മീൻകറിയൊക്കെ ആവട്ടെ, എന്നിട്ട് നമുക്ക് കാണാം. അപ്പൊ ഇതിനകത്ത് 6 കാര്യങ്ങളാണ് കാണിച്ചു തരാൻ പോകുന്നത്. ഒരു എക്സസൈസ് എന്ന് തന്നെ നമുക്ക് പറയാം. 6 എണ്ണമാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും 5 എണ്ണം ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഇതനുസരിച്ച് പിന്നെ 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 നമുക്ക് കൂട്ടി 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 ചെയ്യാം. അപ്പം ദിവസവും ഇതിപ്പം ഏത് സമയം ഒന്നുമില്ല, ഏത് സമയത്ത് വേണേലും നിങ്ങൾക്ക് ചെയ്യാം. ഞാനിപ്പോ എനിക്ക് പണിയൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ചെയ്യാറില്ല, കാരണം എനിക്കിപ്പം മാറിക്കൊണ്ട് ചെയ്യാറില്ല. പക്ഷെ ഇടയ്ക്കൊന്ന് ചെയ്തു കൊടുക്കുന്നത് നല്ലത് തന്നെയാണ്. അപ്പൊ ഞാൻ ആദ്യം പറയാൻ പോകുന്നത് 6 എണ്ണം ഉണ്ട് കേട്ടോ. 6 എക്സസൈസ്. നിങ്ങൾ പറയും ഓ ഇതൊക്കെ വലിയ അല്ല. നമ്മുടെ ജോലി ചെയ്ത് കഴിഞ്ഞിട്ടിരിക്കുന്ന സമയം മതി നമുക്ക്. എല്ലാം കൂടെ ഒരു 10 മിനിറ്റ് തന്നെ ഇല്ല. അപ്പൊ ആദ്യം നമ്മൾ 5 എണ്ണം ചെയ്തു പോകുക. നിങ്ങൾക്ക് അതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ചെയ്യുക. അപ്പൊ ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ഇത് ഇടത്തെ കൈ. അപ്പൊ ഇടത്തെ കൈ നമ്മൾ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. എന്നിട്ട് ദാ ഈ വിരലില്ലേ, നമ്മുടെ ഈ നടുക്കത്തെ വിരലിന്റെ അവിടുന്ന് ദാ ഇങ്ങനെ ഈ തള്ളവിരലുകൊണ്ട് പയ്യനെ, അതിങ്ങനെ അമക്കി പോകരുത്. ഈ തള്ളവിരലുകൊണ്ട് പയ്യനെ ദാ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ദാ ഇവിടം വരെ കൊണ്ടുവരിക. ഇവിടം വരെ കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഈ കൈ ഒന്ന് ദാ ഇങ്ങനെ മറിച്ചിട്ട് ദാ ഇത് ഇവിടം വരെ കണ്ടോ. അപ്പം ഇത് ഒന്നുകൂടെ കാണിച്ചു തരാം. ഈ നടുക്കത്തെ വിരല് എന്നിട്ട് അതിൻ്റെ ദാ ഇവിടെ കൊണ്ട് തള്ളവിരൽ വെക്കുക. എന്നിട്ട് പയ്യെ നീക്കി ദാ ഇവിടം വരെ കൊണ്ടുവരിക. എന്നിട്ട് ഈ കൈ ഇങ്ങോട്ട് മറിക്കുക. എന്നിട്ട് ഇവിടം വരെ. ഇത് 2 കൈയിലും ചെയ്യണം. 5 പ്രാവശ്യം, 5ഓ 10ഓ 15ഓ നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യാം. ഞാൻ പറഞ്ഞ ആദ്യം ചെയ്യുമ്പോൾ ഒരു 5 പ്രാവശ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് 5 പ്രാവശ്യം ഈ കൈയിലും ചെയ്യണം, ഈ കയ്യിലും ചെയ്യണം. മനസ്സിലായല്ലോ എല്ലാവർക്കും? ഇനി രണ്ടാമത്തെ ഉറപ്പായിട്ടും പോകും കേട്ടോ. ഞാൻ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. ഞങ്ങൾ 3 പേരും ചെയ്യുന്നുണ്ട്. പക്ഷെ ഞങ്ങളുടെ 3 പേരുടെയും മാറിക്കഴിയുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കത്തില്ലല്ലോ. പിന്നെ വരുമ്പോഴല്ലേ ശ്രദ്ധിക്കാൻ പോകും. പിന്നെ രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ ആ എളുപ്പമുള്ള കാര്യമാണ്. നമ്മുടെ ഈ കൈയില് ഇതാ ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഇവിടെ നല്ല നിവർന്നിരിക്കണം. കണ്ടോ, ഇവിടെ നിവർന്നിരിക്കണം. ഇതാ ഇങ്ങനെ നിവർന്നിരിക്കുന്നിട്ട് നമ്മളിതാ 1 2 3 4 5. മനസ്സിലായോ? ഇനി ഇങ്ങനെ നമ്മൾ പിടിച്ചെടുത്ത് ഇനി ഇങ്ങനെ പിടിച്ചിട്ട് അതുപോലെ തന്നെ ഇതുപോലെ തന്നെ നമ്മൾ 5 പ്രാവശ്യം നമ്മൾ ചെയ്യുക. അപ്പം നമ്മുടെ ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ തരിതരിപ്പൊക്കെ മാറും. ഇപ്പൊ ഞാൻ 3 എണ്ണം കാണിച്ചിരുന്നു. ആദ്യത്തേത് ഇവിടെ ഇങ്ങനെ വെച്ചിട്ട്, പിന്നെ രണ്ടാമത്തേത് ഇങ്ങനെ, മൂന്നാമത്തേത് ഇങ്ങനെ. ഇപ്പൊ 3 എണ്ണം മനസ്സിലായി. ഇനി 4ാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ ഈ ഇടത്തെ കൈ ഇങ്ങനെ നീട്ടിപ്പിടിക്കുക. ഈ തള്ളവിരലില്ലേ, ഈ തള്ളവിരലെ നമ്മൾ ഇങ്ങനെ പിടിക്കരുത്. ഈ കൈ കൊണ്ട് ഈ കൈയുടെ അടിയിൽ കൂടെ പോയിട്ട് ഈ തള്ളവിരലിനെ പിടിക്കുക. ഈ തള്ളവിരലിൽ നിന്ന് പുറകോട്ട് ഇങ്ങനെ വലിച്ചിട്ട് ഈ കൈ ഇങ്ങനെ താഴോട്ടിങ്ങനെ പിടിക്കുക. അത് 1 2 3 4 5. ഇനിയിപ്പൊ നിങ്ങൾക്ക് 25 വരെ പിടിക്കണമെങ്കിലും ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കാം. മനസ്സിലാവും? അപ്പൊ നല്ല ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമ്മുടെ കൈക്ക് നല്ല ഒരു സുഖമാണ് അനുഭവപ്പെടുന്നത്. കാരണം ഇങ്ങനെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് കയ്യിലേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ കൂടും. അങ്ങനെയാണ് നമ്മുടെ തരിതരിപ്പൊക്കെ മാറുന്നത്. കണ്ടോ, ഇങ്ങനെ പിടിക്കുക. അതുപോലെ തന്നെ ഈ കൈയും ചെയ്യുക. വലത്തെ കൈ നിവർത്തി പിടിക്കുക. ഈ ഇടത്തെ കൈയില് ഇടത്തെ കൈ ഈ കൈയുടെ അടിയിൽ കൂടെ കൊണ്ടുവന്ന് ഈ തള്ളവിരലിൽ പിടിക്കുക. എന്നിട്ട് കൈ ഇങ്ങനെ താഴോട്ട് പിടിക്കുക. മനസ്സിലായോ? അപ്പൊ എത്ര എണ്ണമായി? 3 1 4 എണ്ണമായി. മനസ്സിലായോ? ഇനി 5ാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്ക് നല്ല സുഖം കേട്ടോ. 5ാമത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ നിവർത്തി പിടിക്കുക. ഇത് ഈ വിരലിലൊന്നും തൊടുന്നില്ല. ഈ 4 വിരല് താഴോട്ട്. അപ്പൊ ഇവിടെ ഇങ്ങനെ നന്നായിട്ട് ഇവിടെ ഒരു ചെറിയ കുഞ്ഞി സുഷിരമുണ്ട്. അത് ശരിക്കും ബ്ലോക്ക് ആവുമ്പോഴാണ് നമുക്കിങ്ങനെ തരിതരിപ്പൊക്കെ ഉണ്ടാകുന്നത്. അപ്പൊ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എക്സസൈസ് ചെയ്യുന്നത്. ഇതൊരു ഡോക്ടർ പറഞ്ഞു തന്നാട്ടോ. ഇത് എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ചെയ്യുന്ന അല്ല. യൂട്യൂബിൽ ഞാനൊരു ഡോക്ടർ ചെയ്യുന്ന കണ്ട് ഞാൻ ചെയ്തതാണ്. അപ്പൊ എനിക്ക് നല്ല പ്രയോജനം കിട്ടിയോണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് മാത്രമേ ഉള്ളൂ. അപ്പം അടുത്തത് ഇങ്ങനെ പിടിക്കുക. ഇതും നമ്മൾ 1 2 3 4 5 അങ്ങനെ നിങ്ങൾക്ക് എത്ര നേരം പിടിക്കാൻ പറ്റുമെങ്കിൽ അത്രയും നേരവും പിടിക്കുക. അതുപോലെ തന്നെ ഈ കൈയും കണ്ടോ, അങ്ങനെ ചെയ്യുക. ഇപ്പൊ 5 എണ്ണം പറഞ്ഞു തന്നു. ഇനി 6ാമത്തെ ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും എളുപ്പം തന്നെയാണ്.
അത് നമ്മുടെ വിരലില് മേളിലോട്ട് പിടിക്കുക. ദാ ഇങ്ങനെ, മനസ്സിലായോ? കൈ ഇങ്ങനെ ഇരിക്കുന്നു, ഈ കൈ കൊണ്ട് ഈ 4 വിരലിനെ ദാ ഇങ്ങനെ വളച്ചു പിടിക്കുക, മനസ്സിലായോ? ഇതും 5 എണ്ണുന്നിടം വരെ പിടിക്കുക. എത്ര നിങ്ങൾക്ക് എണ്ണാൻ പറ്റുമോ അത്രയും വരെ നിങ്ങൾ പിടിക്കുക. അത്രയ്ക്ക് നല്ല സുഖമാണ് നമ്മുടെ കൈക്ക് അനുഭവപ്പെടുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തെ കൈയും ചെയ്യുക. ഇത് ദിവസവും ചെയ്യുക, സമയമില്ല, എപ്പം വേണേലും നിങ്ങൾക്ക് ചെയ്യാം. നിങ്ങൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് എപ്പം വേണമെങ്കിലും ചെയ്യാം. നല്ല അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ വാക്കുകളില്ല, അതുപോലെ സൂപ്പറാണ്. ഇതിങ്ങനെ തരുതരിപ്പുള്ളവരൊന്ന് ചെയ്ത് നോക്കിക്കേ. എന്നിട്ട് എനിക്ക് എല്ലാവരും കമന്റ് ഇടണം, എങ്ങനെയുണ്ടെന്ന് കമന്റ് ഇടണം. വീണ്ടും ഞാൻ പറയുവാണ്, എന്റെ ഇഷ്ടപ്രകാരം ഞാൻ കാണിക്കുന്നതല്ല. ഒരു ഡോക്ടർ പറഞ്ഞു തന്നിട്ട് എനിക്കിതുപോലെ ഭയങ്കര തരുതരിപ്പായിരുന്ന കൈക്ക് ഈ ഫോൺ പിടിച്ച് അപ്പൊ ഞാനിങ്ങനെ ചുമ്മാതെ നോക്കിയതാണ് യൂട്യൂബിൽ കയറി, ഇതിന് വല്ല പരിഹാരം ഉണ്ടോ എന്ന് നോക്കിയപ്പോഴത്തേക്ക് ഒരു ഡോക്ടർ ഇട്ടിരിക്കുന്നു. അപ്പൊ ഞാനിത് എന്തായാലും നമുക്കൊന്ന് ചെയ്ത് നോക്കാന്നും പറഞ്ഞിട്ട് ഞാനിതുണ്ട് 2 ദിവസം, ആകെ 2 ദിവസം എടുത്തുള്ളൂ. അപ്പോഴത്തേക്കും എന്റെ കയ്യിലെ ഈ തരിപ്പൊക്കെ അങ്ങ് ശരിക്കും മാറി. 2 ദിവസം കൊണ്ടാണ് എന്റെ കയ്യിലെ മാറിയത്. എന്റെ അനിയത്തിമാരുടെ അങ്ങനെ തന്നെ, അവളുമാരും പറഞ്ഞു, എടി ഇത്രയ്ക്ക് നല്ലതാണെന്ന് ഞങ്ങളും വിചാരിച്ചില്ല ഇതെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിത് കാണിച്ചു കൊടുത്തായിരുന്നു. പിന്നെ അവർക്ക് എന്തോ ഞാൻ ലിങ്കും ഇട്ട് കൊടുത്തായിരുന്നെന്ന് തോന്നുന്നു. അത്രയ്ക്ക് സൂപ്പറായിട്ട് ബെസ്റ്റാണ്, ബെസ്റ്റ്. പറയാൻ വാക്കുകളില്ല അതിനകത്ത്. അതുകൊണ്ട് ഇതുപോലെ തരുതരിപ്പുള്ളവര് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ ശരിക്കും തരുതരിപ്പൊക്കെ മാറും. പിന്നെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുക, ഈ തരുതരിപ്പിനി എനിക്കറിയത്തില്ല, ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. ചിലപ്പോ എന്തെങ്കിലും രോഗത്തിന്റെ സിംറ്റം അങ്ങനെയൊന്നും വെച്ചോണ്ടിരിക്കരുത്. ജസ്റ്റ് ഇങ്ങനെ നോക്കുക, നോക്കിയിട്ട് ഇത് മാറുന്നുണ്ടോ നോക്കുക. അല്ലാണ്ട് യൂട്യൂബിലെ അജിത ചേച്ചി പറഞ്ഞെന്നും പറഞ്ഞ് ഇതും വെച്ചോണ്ട് ആരും ഇരിക്കരുത്. ജസ്റ്റ് നമുക്കിത് അറിയാൻ പറ്റും. കാരണം എനിക്കിതറിയായിരുന്നു, ഫോൺ പിടിച്ച ഉള്ള കൈമരവിപ്പാന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. വേറെ തരത്തിലുള്ള കൈമരവിപ്പ് ഉള്ളവര് ഈ പറയുന്ന കേട്ട് വെച്ചോണ്ടിരിക്കരുത്. അതുകൊണ്ട് എന്നെ ആരും ചീത്ത പറഞ്ഞേക്കരുത്. ഇതെന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്ന കാര്യമാണ്. ഇതുപോലെ ചെറിയ നമുക്കറിയാം ഇതുകൊണ്ടാണ്. അങ്ങനെയുള്ളവർക്ക് ചെയ്യാം കേട്ടോ. നല്ല സൂപ്പറാണ്. ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് എനിക്ക് കമന്റ് ഇടുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങൾ ഒന്നും തന്നെ ഇല്ല. അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പൊ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ എല്ലാവർക്കും ബൈ.